യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ രാത്രിയിൽ ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. There is power in the word of God. ദൈവത്തിൻ്റെ വചനത്തിൽ വലിയ ശക്തിയുണ്ട്. നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ ചിന്തിക്കുന്നത് 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം തിരുവചനങ്ങളാണ്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ഞാൻ അവസാനം പറഞ്ഞ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? The Lord heard his prayer. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 34-ാമത്തെ വചനം പറയുന്നു, സത്യമായും ദൈവത്തിന് മുഖപക്ഷം ഇല്ല. God is not a respecter of persons. ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല, പക്ഷഭേദമില്ല. ദൈവത്തിന് ഒരാളോടും കൂടുതൽ സ്നേഹമില്ല. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ റോമാലേഖനം 2:11 വീണ്ടും പറയുന്നു, ദൈവസന്നിധിയിൽ മുഖം നോട്ടമില്ല എങ്കിൽ യാബസിന്റെ പ്രാർത്ഥന കേട്ട് യാബസിനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഹല്ലേലൂയ. കാരണം വചനം പറയാണ്, ദൈവത്തിന് മുഖനോട്ടം ഇല്ല, ദൈവത്തിന് പക്ഷപാതം ഇല്ല. ഒരാളെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ സകല വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കും. ശാലോം നൈറ്റ് വിജിലിൽ എനിക്കറിയാം, ഞാൻ ശാലോം കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നൈറ്റ് വിജിലിൽ കാണുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ഒരു 90% വ്യക്തികളും വലിയ കണ്ണുനീരോടുകൂടിയാണ് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. ജീവിതത്തിൽ സകല വാതിലുകളും അടഞ്ഞുപോയി, മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം, യേശു ക്രിസ്തുവിന്റെ പൊന്നുമക്കൾ, പല ജാതിയിലും മതത്തിലും പെട്ടവർ, യേശുവേ എന്ന് വിളിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് സ്വർഗത്തിലെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ആ പിതാവിനെ വിളിച്ച് അപ്പാ പിതാവേ എന്ന് വിളിച്ച് പാടി ആരാധിക്കുമ്പോൾ ദൈവത്തിന് ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ ആദ്യം വായിച്ച വചനം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ നമ്മൾ ഇപ്രകാരം കണ്ടു, യാബസിന്റെ അമ്മ അവനെ വേദനയോടെ പ്രസവിച്ചു. എല്ലാ സ്ത്രീകളും വേദനയോടെയാണ് പ്രസവിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, യാബസിന്റെ അമ്മ അവനെ വേദനയോടെ പ്രസവിച്ചു, എന്നിട്ട് അവന് യാബസ് എന്ന് പേരിട്ട് കൊടുത്തു. യാബസ് എന്ന വാക്കിന്റെ അർത്ഥം വേദന നിറഞ്ഞവൻ എന്നാണ്. ഞാൻ ഓർത്തുപോയി, ഈ യാബസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ വന്നിട്ട് അറ്റൻഡൻസ് വിളിക്കുകയാണ്, വേദന നിറഞ്ഞവൻ പ്രസന്റ് ടീച്ചർ. പുറത്തിറങ്ങുമ്പോൾ കുട്ടികളെല്ലാം വിളിക്കുകയാണ്, വേദന നിറഞ്ഞവനെ ഫുട്ബോൾ കളിക്കാൻ വരുന്നു, വേദന നിറഞ്ഞവനെ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നു, വേദന നിറഞ്ഞവനെ ഓടിച്ചാടിപ്പിടുത്തം കളിക്കാൻ പറഞ്ഞു. ആളുകളെല്ലാം ഇവനെ വിളിക്കുന്ന പേരാണ് വേദന നിറഞ്ഞവൻ. അവന്റെ പേര് വേദന നിറഞ്ഞവൻ എന്നായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ അവന്റെ പേര് തന്നെ ഒരു വല്ലാത്ത പേര്, അവന്റെ പേര് തന്നെ ഒരു അഭിമാനിക്കാൻ വകയില്ലാത്ത പേര്. പക്ഷെ പ്രിയപ്പെട്ടവരെ, യാബസ് പുറകോട്ട് പോയില്ല. യാബസ് പരാജയപ്പെടാൻ തയ്യാറായിരുന്നില്ല. യാബസ് ദൈവത്തെ വിട്ടകലാൻ തയ്യാറായില്ല. തനിക്ക് അങ്ങനെ ഒരു പേരിട്ട അമ്മയെ പ്രാകുവാനോ ശപിക്കുവാനോ അവൻ തയ്യാറായില്ല. എൻ്റെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടു എന്ന് പറഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്യാനോ, ഇതെന്റെ ആന്തരിക മുറിവുകൾക്ക് എല്ലാം കാരണം അമ്മച്ചിയിട്ട പേരാന്ന് പറഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് അമ്മച്ചി കുറ്റം പറഞ്ഞില്ല. പകരം അവനൊരു കാര്യം ചെയ്തു. അവൻ അവന്റെ ദൈവത്തിലേക്ക് നോക്കി.
എന്നിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ 4 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ 4 കാര്യങ്ങളും ഞാനും നിങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. അവൻ 4 കാര്യങ്ങൾ ചോദിച്ചു. 4 കാര്യങ്ങൾക്കും സ്വർഗത്തിലെ പിതാവ് അവന് മറുപടി കൊടുത്തെങ്കിൽ ഇന്ന് ഈ നൈറ്റ് വിജിൽ അവസാനിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. We should seek God with all of our hearts. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ കൃപയുടെ സിംഹാസനത്തെ പിടിച്ചു കുലുക്കണം. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ കൃപയുടെ സിംഹാസനത്തെ ആദിമസഭയിലെ ദൈവജനം പിടിച്ചു കുലുക്കി. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, ദൈവത്തിന് അവർ സ്വസ്ഥത കൊടുത്തില്ല. കൃപയുടെ സിംഹാസനത്തിൽ ദൈവത്തെ സമാധാനത്തോടെ ഇരിക്കാൻ അവർ അനുവദിച്ചില്ല എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവർ പ്രാർത്ഥിച്ച് കൃപയുടെ സിംഹാസനത്തെ പിടിച്ചു കുലുക്കി. ദൈവം രാത്രിയിൽ ഒരു ദൈവദൂതനെ അയച്ച് പത്രോസിനെ വിടുവിച്ചെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ, നമ്മുടെ ക്യാൻസർ രോഗങ്ങൾ, നമ്മുടെ മാരക രോഗങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, കോടതി കുടുംബ വഴക്കുകൾ, ജപ്തി നോട്ടീസുകൾ, ഇവയുടെ മേൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ പിതാവ് ദൂതനെയല്ല അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്നെ അയച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയുമായി യേശു ക്രിസ്തു കടന്നു വന്ന് നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കുന്ന ഒരു രാത്രിയായി ഇന്ന് രാത്രി മാറണം. ഹല്ലേലൂയ. ഞാനിത് വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ നൈറ്റ് വിജിൽ കഴിയുന്നതിന് മുമ്പ് ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദൈവമക്കൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി അറിയും. Call unto me, I will answer thee. ജെറമിയ 33:3. ദൈവത്തിന്റെ ടെലിഫോൺ നമ്പർ എന്നറിയപ്പെടുന്ന വചനം. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും. ഈ യാബസ് 4 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. 1, എന്നെ അനുഗ്രഹിക്കണമേ. 2, എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. 3, അങ്ങയുടെ കരം എന്നോട് കൂടെ ഇരിക്കണമേ. 4, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഈ 4 കാര്യങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. ശരിയല്ലേ? ആണ്. 4 കാര്യങ്ങൾ അവൻ പ്രാർത്ഥിച്ചു. ലോർഡ് ബ്ലെസ് മീ, എന്നെ അനുഗ്രഹിക്കണമേ. 2, എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. 3, അങ്ങയുടെ കരം എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ. 4, എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. നമ്മൾ ഓരോന്നിലൂടെയും ഈ രാത്രിയിൽ വളരെ ചുരുക്കത്തിൽ കടന്നു പോകാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. വചനത്തിനായിട്ട് ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണം. ഓപ്പൺ യുവർ ഹാർട്ട്സ്. ദൈവത്തിന്റെ മുമ്പിൽ പറയണം, കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞാൻ മാനിക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയമാകുന്ന നിലം ഞാൻ തുറന്നു തരികയാണ് കർത്താവേ. തേങ്ങ കുഴിച്ചിടുമ്പോൾ കിളിർത്തു വന്ന് തെങ്ങായി 10 വർഷം കഴിയുമ്പോൾ 100 കണക്കിന് തേങ്ങകൾ 2 മാസം കൂടുമ്പോൾ വെട്ടി ഇറക്കുന്നത് പോലെ, ഒരു മാങ്ങ കുഴിച്ചിടുമ്പോൾ മാവ് കിട്ടുന്നത് പോലെ അങ്ങയുടെ വചനത്തെ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുഴിച്ചിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കിളിർത്ത് 100 മേനി ഫലം പുറപ്പെടുവിക്കണമേ. കരമുയർത്തി ഒന്ന് ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. എല്ലാ നിരാശകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ വിശ്വാസങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ അന്ധകാര ശക്തികളും മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് കടന്നു വന്ന് ഇന്ന് രാത്രി ലോകം മുഴുവൻ വലിയ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒന്നാമതായി യാബസ് പ്രാർത്ഥിച്ചത് ഇതാണ്, എന്നെ അനുഗ്രഹിക്കണമേ. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവം മനുഷ്യനെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചിട്ടാണ് ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, ഒന്നിനും കുറവില്ല. സൂര്യൻ, തണുപ്പ്, വെയില്, വെണ്ടയ്ക്ക, മത്തങ്ങ, പടവലങ്ങ, അരി, ഗോതമ്പ് തുടങ്ങി സകല സാധനങ്ങളും ഒരു മനുഷ്യൻ എന്തെല്ലാം വേണമോ അത് മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മരണം പോലും ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അത്രമാത്രം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യന്റെ പാപം മൂലം അത് സകലതും നമുക്ക് നഷ്ടമായി തീർന്നു. പക്ഷേ ദൈവം നമ്മളെ കൈവിട്ടില്ല. അവിടുത്തെ പുത്രനെ അവിടുന്ന് കാലത്തിന്റെ പൂർണ്ണതയിൽ അയച്ചുകൊണ്ട് നഷ്ടപ്പെട്ടത് മുഴുവൻ യേശു ക്രിസ്തുവിലൂടെ നൽകുവാൻ അവിടുന്ന് തിരുമനസ്സായി. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിന്റെ കർത്താവായി മാറുമ്പോൾ, ഭരണം നടത്തുന്നവനായി മാറുമ്പോൾ, ആധിപത്യമുള്ളവനായി മാറുമ്പോൾ, ലോർഡ് ആയി മാറുമ്പോൾ, ഭരണമുള്ളവനായി മാറുമ്പോൾ, യേശു പറയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും
ദൈവത്തിന് അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടെ നിന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. സാമ്പത്തിക മേഖലകളിൽ തകർന്നിരുന്ന് ഇന്ന് രാത്രിയിൽ നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്കായുള്ള ദൈവത്തിന്റെ പ്രത്യേക വചനമാണ് ഞാൻ പറഞ്ഞത്. സുഭാഷിതം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടെ നിന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ഹഗ്ഗായി 2:19 പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തോട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയണം, ഈ വചനം എനിക്കുള്ളതാണ്, ഞാനിത് പിടിച്ചെടുക്കുന്നു. കർത്താവിനോട് പറയണം, കർത്താവേ ഇന്നു മുതൽ അവിടെ തന്നെ അനുഗ്രഹിക്കുമെന്ന് ഹഗ്ഗായി 2:19 പറയുന്നെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ ഈ വചനം പിടിച്ചെടുക്കുകയാണ്. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഏറ്റു പറഞ്ഞേ, കർത്താവായ യേശുവേ, ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമാണ്. ഹല്ലേലൂയ. സഹനങ്ങൾ പോലും അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 115-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. ഈ വചനം വായിക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം പ്രിയപ്പെട്ടവരെ കരച്ചിൽ വരും. കാരണം 650 കോടി ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ ദൈവം പറയാണ്, മോനെ മോളെ, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. നമുക്ക് 12 മക്കളുണ്ടെങ്കിൽ 12 മക്കളെക്കുറിച്ചും ഒരു അപ്പനും അമ്മയ്ക്കും വിചാരമുള്ളതുപോലെ 650 കോടി മക്കളുള്ള ദൈവം പറയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. ദൈവം നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെ വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ്. ഹല്ലേലൂയ. നമ്മൾ നിരാശപ്പെടരുത്. കാരണം ഇന്ന് രാത്രിയിൽ ഈ വചനം നമുക്കുള്ളതാണ്. എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റി വിചാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ശാപം അവിടുത്തെ കരങ്ങളിൽ ഇല്ല. അത് പിശാചിന്റെ കയ്യിലിരിക്കുന്ന സാധന. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്കറിയാമോ, അനുഗ്രഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത് കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിച്ചിരിക്കും. സ്വാർത്ഥതയുടെ അടയാളം എന്ന് പറയുന്നത് കൈകൾ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കും. നമുക്കറിയാം, ഒരു കുഞ്ഞ്, ഞങ്ങൾ ലേബർ റൂമിലൊക്കെ പോസ്റ്റിംഗ് ഉള്ളപ്പോൾ കണ്ടിട്ടുണ്ട്, പ്രസവം എടുക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചോണ്ടായി ലോകത്തിലോട്ട് വരുന്നത്. എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈ ഇങ്ങനെ മുറുകെ, 2 കൈയും മുറുകെ പിടിച്ചോണ്ടാണ് എനിക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കുഞ്ഞും ഈ ലോകത്തിലേക്ക്. ഒറ്റ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ ഇരിക്കത്തില്ല, എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കും. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം കാണുകയാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് കർത്താവ് ശിഷ്യന്മാരെ എല്ലാം ഒലിവ് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 2 കരങ്ങളും ഉയർത്തി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കേ, ഇങ്ങനെ 2 കരങ്ങളും ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ കർത്താവ് വാനമേഘങ്ങളിൽ പൊങ്ങി പൊങ്ങി പോവുകയാണ്. അതായത് സ്വർഗത്തിലേക്ക് ലാസ്റ്റ് മൊമെന്റ് ചെല്ലുന്നത് വരെ കർത്താവിന് കൊതി തീരുന്നില്ല. കർത്താവിൻ്റെ 2 കരങ്ങളും മനുഷ്യവർഗത്തിന്റെ മേൽ അവിടെ നിന്ന് വിരിച്ചു പിടിച്ചു. അനുഗ്രഹിച്ച് 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 കൊതി തീരാതെ അവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോയി. സ്വർഗത്തിലെ പിതാവിൻ്റെ അടുത്ത് എത്തുന്നത് വരെ ആ കരങ്ങൾ നമ്മുടെ നേരെ അവിടെ നിന്ന് വിരിച്ചു പിടിച്ചു. അനുഗ്രഹിച്ചു കൊണ്ടേയിരുന്നു, തീർന്നില്ല. പിതാവിന്റെ വലതു ഭാഗത്ത് എത്തിയിട്ടും അവിടുത്തെ കരങ്ങൾ നമ്മുടെ നേരെ വിരിച്ചു പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആരുടെ യോഗ്യതയല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇവിടെ ഇരുന്ന് ഹല്ലേലൂയ പാടുമ്പോൾ, അപ്പാ പിതാവേ എന്ന് പാടുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് യേശുവിന്റെ കരങ്ങൾ നീണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം ഞാനും നിങ്ങളും വിശ്വസിക്കണം. എൻ്റെ കർത്താവിന്റെ കരം എൻ്റെ നേരെ നീണ്ടിരിക്കുകയാണ്. ബഥാനി അവരെ കൂട്ടിക്കൊണ്ടുപോയി കർത്താവ് അവരെ അനുഗ്രഹിച്ചുവെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ദൈവം അബ്രഹാമിനെ നോക്കി പറഞ്ഞു, എബ്രഹാം, ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിംഗ്. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. ശ്രദ്ധിക്കണം, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തോട് അനുഗ്രഹം ചോദിക്കരുത്. പകരം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു അനുഗ്രഹമായി മാറണം. ദൈവം തോമാച്ചനെ അനുഗ്രഹിക്കുമ്പോൾ തോമാച്ചൻ ഒരു അനുഗ്രഹമായി മാറണം. ദൈവം സണ്ണിക്കുട്ടിയെ അനുഗ്രഹിക്കുമ്പോൾ സണ്ണിക്കുട്ടി ഒരു അനുഗ്രഹമായി മാറണം. ദൈവം ഏലിയാമ്മയെ അനുഗ്രഹിക്കുമ്പോൾ ഏലിയാമ്മ ഒരു അനുഗ്രഹമായി മാറണം.
ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന തോമാച്ചന്മാരും സണ്ണിക്കുട്ടിമാരും മറിയാമ്മമാരും ഏലിയാമ്മമാരും പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ അത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആവുകയും